റോജയിൽ ചിത്രയും SPBയും പാടിയ പാട്ട് ഹിന്ദിയിൽ രുക്കുമണി രുക്കുമണി ആയപ്പോൾ കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും അത് പാടണമെന്ന് റഹ്മാന് ആഗ്രഹമുണ്ടായി. ഹിന്ദിയിൽ 1990കളിൽ തിളങ്ങി നിൽക്കുകയാണ് ഇരുവരും. ഏതോ ഒരു റഹ്മാൻ മദ്രാസിൽ നിന്ന് വിളിച്ചു. ആരാണ് അയാൾ? പ്രശസ്തരല്ലാത്തവരുടെ സംഗീതത്തിന് പാടേണ്ട എന്ന് അൽക്കയും കുമാർ സാനുവും തീരുമാനിച്ചു. ഹസ്കി വോയിസ് ഉള്ള ശ്വേത ഷെട്ടിയാണ് പകരം രുക്കുമണി രുക്കുമണി പാടിയത്. പാട്ട് പുറത്തു വന്നു. രാജ്യമാകെ രുക്കുമണി എന്ന പാട്ടിൽ മറിഞ്ഞപ്പോൾ അൽക്ക തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയിൽ വീണു. പറഞ്ഞത് അൽക്ക യാഗ്നിക് തന്നെയാണ്. ഭിത്തിയിൽ തലയിടിച്ചു പൊളിക്കാൻ തോന്നിയ നിമിഷം. ഇതുവരെ പാടിയതെല്ലാം ശൂന്യമെന്ന് അവർക്ക് തോന്നിപ്പോയി. റഹ്മാനിസം തുടങ്ങുകയായിരുന്നു അവിടെ. തെക്കേ ഇന്ത്യൻ സിനിമയുടെ ഗുരു K. ബാലചന്ദ്ര സാറായിരുന്നു റോജയുടെ പ്രൊഡ്യൂസർ. അതുകൊണ്ട് തന്നെ മണിരത്നവും മറ്റ് ടെക്നീഷ്യന്മാരും ഒക്കെ ഗുരുദക്ഷിണ പോലെയാണ് റോജയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ റഹ്മാന് 25,000 രൂപയായിരുന്നു പ്രതിഫലം. പക്ഷേ 25 ലക്ഷം കോടിയുടെ മൂല്യമാണ് റഹ്മാന് റോജയും റോജ ഇന്ത്യൻ സിനിമയ്ക്കും സമ്മാനിച്ചത്. ബോംബെ, കാതലൻ, തിരുടാ തിരുട, ജെന്റിൽമാൻ തുടങ്ങി സംഗീതലഹരിയുടെ പുതിയ കമ്പക്കെട്ടിന് റഹ്മാൻ തിരികൊളുത്തുകയായിരുന്നു അവിടെ. തുടർന്ന് ഇന്ത്യൻ സിനിമാ സംഗീതത്തിലും ലോകം കേൾക്കുന്ന ഇന്ത്യൻ സംഗീതജ്ഞരിലും റഹ്മാൻ മറ്റാർക്കും പറ്റാത്ത വിധം വളർന്നു. ഇപ്പോൾ 32 വർഷങ്ങൾ.